ഇൻട്രൊഡക്ഷൻ. കാരണം കുറേ നാളെ അദ്ദേഹം ജനിച്ചതും പിന്നീട് വളർന്നതും ഇപ്പോൾ ജീവിക്കുന്നതും ഒക്കെ സിനിമയിലാണ്. 1988 ഒരു ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ടാണ് അദ്ദേഹം ഇവിടെ വന്നത്. ആൻഡ് ദെൻ ഇൻ 2015 he pivoted into direction. അയാൾ ഞാനല്ല എന്ന സിനിമയിലൂടെ his last film was Dear Friend, and now it is all about Pavi Caretaker. Please speak about your movie. ആദരണീയരായ ജോഷ് സാർ, മണി സാർ, ഗുരുസ്ഥാനീയരായിട്ടുള്ള ഒത്തിരി പേരുണ്ട് ഈ വേദി. എന്നെ സ്വാഗതം ചെയ്യുമ്പോൾ പറഞ്ഞ പോലെ തന്നെ ചെറുപ്പം തൊട്ട് സിനിമയിൽ വന്നതുകൊണ്ട് കണ്ടു വളർന്ന ഒരുപാട് മുഖങ്ങളുണ്ട് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി. മനസ്സ് ആത്മാർത്ഥമായിട്ട് സന്തോഷത്തോടുകൂടി താങ്ക് യു സോ മച്ച്. പവി കെയർടേക്കർ എന്ന് പറയുന്ന സിനിമ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഏപ്രിൽ 26 റിലീസ് ചെയ്യുമ്പോൾ ഞാനും രാജേഷ് ഷാവലും ഞങ്ങൾ ഒരുമിച്ചിട്ടുള്ള ഈ സിനിമയുടെ യാത്ര തുടങ്ങിയിട്ട് 5 വർഷമായി. അപ്പോൾ ഈ 5 വർഷത്തെ ഞങ്ങളുടെ ഓർമ്മകളും ഞങ്ങളുടെ പ്രയത്നവും ഒക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുകയാണ്. ഈ സിനിമയുടെ കഥ ഞാനല്ല എന്ന് പറയുന്ന സിനിമ ഫഹദുമായിട്ട് ചെയ്ത് രണ്ടാമത്തെ സിനിമ വീണ്ടും ഞങ്ങൾ തന്നെ ഒരുമിച്ച് ചെയ്യാം എന്നുള്ളൊരു പ്ലാൻ. ഞങ്ങൾ പല കഥകളും ആലോചിക്കുന്നു, പക്ഷെ ഞങ്ങൾ രണ്ടുപേരെയും എക്സൈറ്റ് ചെയ്യുന്ന ഒരു കഥയിലേക്ക് എത്തിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം രാജേഷ് എൻ്റെ വന്നിട്ട് ഈ കഥ പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ സിനിമയായിട്ട് ഞാൻ ചെയ്യാനിരുന്നത് ഫഹദിനെ വെച്ചിട്ട് തന്നെയുള്ള ഒരു സിനിമയായിരുന്നു. പക്ഷെ ഈ കഥ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് തോന്നി. പക്ഷെ ഇത് ഫഹദ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ അല്ലെന്ന് ഞാൻ രാജേഷിൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ രാജേഷിനോട് ചോദിച്ചു, ആരായിരിക്കും പിന്നെ നമുക്ക് ഈ പവിത്രൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്യാൻ ഏറ്റവും? അപ്പോൾ എൻ്റെ മനസ്സിൽ ദിലീപേട്ടനാണ് എന്ന് രാജേഷ് പറഞ്ഞു. അവർ തീർച്ചയായിട്ടും ഇതല്ലാതെ വേറൊരാളും ഞാൻ ആലോചിച്ചിട്ടില്ല, നിങ്ങളിനി മാറ്റി പറയുമെന്ന് വിചാരിച്ചാണ്. പക്ഷേ അറിയില്ല, കാരണം ഞാനും ദിലീപേട്ടൻ ഇതിനു മുമ്പ് ഒരുമിച്ച് അഭിനയിച്ചിട്ടില്ല. പല വേദികളിലും നമ്മൾ ഉണ്ടായിട്ടുണ്ട്, അമ്മയുടെ പ്രോഗ്രാമിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു കഥ പറയാൻ അപ്പോൾ എനിക്ക് ആദ്യം എൻ്റെ മനസ്സിൽ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ഞാൻ ചെയ്യുന്നതിന് മുമ്പ് ഞാനും ഫഹദും നിരന്തരം കാണുന്ന വളരെ സിനിമകളിലും സിനിമയുടെ കഥകളും ഒക്കെ ചർച്ച ചെയ്യുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഒരു ദിവസം ഞാൻ ഫഹദിൻ്റെ അടുത്ത് പറഞ്ഞു, ഫഹദ് എനിക്കൊരു കഥയുണ്ട്, പക്ഷെ ആ കഥ എനിക്ക് ദിലീപേട്ടൻ്റെ അടുത്ത് പറയണം. വാ നമുക്ക് പോവാം. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇവിടെ ഉണ്ടാവും ഇപ്പോൾ ദിലീപേട്ടൻ? പാച്ചിക്കയുടെ പടത്തിൽ, വാപ്പച്ചിയുടെ പടത്തിൽ ഇപ്പോൾ ഇവിടെ അഭിനയിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു ദിവസം ദിലീപേട്ടൻ്റെ ക്യാരക്ടറിൽ ചെന്നിരുന്നു. പക്ഷെ കഥ പറയാനുള്ള എന്താ പറയുക ഒരു ധൈര്യം കിട്ടാത്തത് കൊണ്ട് അന്ന് ഞാനൊന്നും പറഞ്ഞില്ല. കാരണം അതല്ല ദിലീപേട്ടൻ വെച്ച് ചെയ്യേണ്ട സിനിമ എന്ന് അന്ന് തോന്നിയിട്ട് ഞാൻ കഥ പറഞ്ഞില്ല. കുറേ നേരം ഞങ്ങൾ വിശേഷങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ട് ഞാൻ പോയി. ഈ കഥ ദിലീപേട്ടനും അറിയില്ല ഞാൻ ഇങ്ങനെ ഒരു ശ്രമം മുമ്പ് നടത്തിയത്. അപ്പോൾ ഈ രണ്ടാമത് വീണ്ടും ഇങ്ങനെ ഒരു സിനിമയുമായിട്ട് രാജേഷ് പറഞ്ഞ കഥയുമായിട്ട് ഞാൻ ആദ്യം ചെല്ലുന്നത് ലാലുവേട്ടൻ്റെ അടുത്താണ്, ലാൽ ജോസ്. അപ്പോൾ ലാലുവേട്ടനുമായിട്ട് ഞാൻ നിരന്തരം ഇത്തരം കഥകൾ പറയുകയും നമ്മൾ സിനിമ ചർച്ചകളൊക്കെ ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഒരു ദിവസം ഞാൻ ഈ കഥ പറഞ്ഞു കഴിഞ്ഞ് ഉടനെ പറഞ്ഞു, എനിക്ക് ഈ സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ ആരെ വെച്ചിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ദിലീപേട്ടനാണ് എൻ്റെ മനസ്സിലുള്ളത്, ബെസ്റ്റ് ദിലീപാണ് ഏറ്റവും ആപ്റ്റ്. അങ്ങനെ എനിക്ക് രണ്ടാമതൊരു ഉറപ്പ് കിട്ടുന്നത് ലാലുവേട്ടൻ്റെ അടുത്താണ്. ലാലുവേട്ടനാണ് ദിലീപേട്ടനെ വിളിച്ചിട്ട് പറയുന്നത്, ദിലീപ് ഞാനൊരു കഥ കേട്ടു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി, നീ ഇത് കേൾക്കണം എന്ന് പറഞ്ഞിട്ട് എന്നെ ദിലീപേട്ടൻ്റെ അടുത്ത് പറഞ്ഞു വിടുന്നത് ലാലുവേട്ടനാണ്. അപ്പോൾ ഈ സിനിമയുടെ തുടക്കക്കാരൻ എന്ന് പറയുന്നത് ലാലുവേട്ടനും കൂടാണ്. അവിടുന്ന് ഞാൻ കഥ പറഞ്ഞ അന്ന് തന്നെ ദിലീപേട്ടൻ രണ്ടാമതൊന്നും ആലോചിച്ചില്ല. എൻ്റെ അടുത്ത് ചോദിച്ചു, ഈ സിനിമ ആരാ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അത് ഞാൻ ആലോചിച്ചില്ല. വേറെ ആലോചിക്കില്ല, ഞാൻ തന്നെയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് കിട്ടിയൊരു ഉറപ്പ്, അവിടുന്ന് ഉണ്ടായ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അതാണ് ഈ സിനിമ ഈ ദൂരത്തേക്ക് നമ്മളെ കൊണ്ടെത്തിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈശ്വരാധീനം വളരെ മനോഹരമായിട്ട് തന്നെ നമ്മൾ ആഗ്രഹിച്ചതുപോലെ തന്നെ ചിത്രീകരണം നടന്നു. പല പ്രതിബന്ധങ്ങളും അതിൻ്റെ ഇടയിൽ സംഭവിച്ചിരുന്നു. കാരണം ഞങ്ങളിത് കുറച്ച് നാളുകൾ മുമ്പ് ഷൂട്ട് ചെയ്യാനിരുന്നതാണ്. അപ്പോൾ കോവിഡ് വരുന്നു, അങ്ങനെ പല കാരണങ്ങളുണ്ടായി. അങ്ങനെയാണ് എൻ്റെ രണ്ടാമത്തെ സിനിമയായിട്ട് ഡിയർ ഫ്രണ്ട് സംഭവിക്കുന്നത്. ബൈജു കാലത്തും സംയുക്തായരും ഒക്കെ നമ്മളൊരു കഥ ആലോചിക്കുന്നു. അങ്ങനെ ടൊവിനോനെ വെച്ചിട്ട് ഡിയർ ഫ്രണ്ട് എന്ന് പറയുന്ന സിനിമ ചെയ്യുന്നു. വീണ്ടും ഞാൻ ഈ സിനിമയുടെ പണികളിലേക്ക് കടക്കുന്നു. ഇത്രയും കാലഘട്ടം, അല്ലെങ്കിൽ 2019 ഞങ്ങൾ എഴുതി തുടങ്ങിയിട്ട് 2024 ഇറങ്ങുന്ന സമയത്ത്, 2024 ഈ പടം ഇറങ്ങുന്ന സമയത്ത് ഇതിൻ്റെ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം, രാജേഷിൻ്റെ അടുത്ത് ഈ കഥ പറഞ്ഞതിന് ശേഷം ഞാൻ രാജേഷിനോട് ചോദിച്ചു, രാജേഷ് ഇത് എഴുതാൻ എത്ര സമയം എടുക്കണം? ഒരു 2 മാസം കൊണ്ട് ഞാൻ എഴുതി തരും, അത് കുഴപ്പമില്ല. അത് നമ്മൾ റൂം എടുക്കുന്നു, 2 മാസം എഴുതുന്നു. അപ്പോൾ എഴുതി തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ രാജേഷിൻ്റെ അടുത്ത് എൻ്റെ മനസ്സിലുണ്ട്, ഞാനത് അപ്പോൾ പറഞ്ഞില്ല. പക്ഷെ എഴുതി കഴിഞ്ഞപ്പോൾ ഞാൻ രാജേഷിനോട്, രാജേഷ് ഈ ഡ്രാഫ്റ്റ് ഇങ്ങനെ ഞാൻ പൊളിക്കാൻ പോവാണ്, തുടങ്ങാണ് ഇവിടുന്ന് എന്ന് പറഞ്ഞപ്പോൾ രാജേഷിൻ്റെ മുഖമൊക്കെ മാറി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ഇന്ന് ഞാനിപ്പോൾ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാം എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് ആ പൊളിക്കൽ ഇപ്പോൾ കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പ് വരെയും അതിനകത്ത് ഇങ്ങനെ അപ്ഡേഷൻ നടന്നുകൊണ്ടിരുന്നിരുന്നു. അപ്പോൾ ഏറ്റവും
അതിൻ്റെ എന്താ പറയുക, എല്ലാ രീതിയിലും അതിൻ്റെ ഒരു എസൻസ് കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് എല്ലാം ശ്രമം ഉണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ദിലീപേട്ടൻ ഈ സിനിമയിലേക്ക് വന്നപ്പോൾ തൊട്ട് ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യം, ദിലീപേട്ടൻ പലപ്പോഴും വിശ്വസിക്കുന്നത് ദിലീപേട്ടൻ്റെ ഭാഗ്യം കൊണ്ടാണ്, അല്ലെങ്കിൽ എന്താ പറയുക, ദൈവാധീനം കൊണ്ട് മാത്രമാണ് ദിലീപേട്ടൻ ഈ നിലയിൽ എത്തിയെന്ന് വിശ്വസിക്കുന്നു. പക്ഷെ കൂടെ പ്രവർത്തിച്ച ഒരാളെന്ന് ഞാൻ പറയാം, ഇത്രയും കഠിനാധ്വാനം ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന വേറൊരു നടനില്ല. ഒരു സിനിമയ്ക്ക് വേണ്ടി സത്യം പറഞ്ഞ ഇന്നലെ രാത്രി വരെയും ഇതിൻ്റെ VFXൻ്റെ ഡീറ്റെയിലിങ്ങുമായിട്ട് അദ്ദേഹം 12 മണി കഴിഞ്ഞിട്ടും എന്നെ വിളിച്ച് സംസാരിക്കുകയും അദ്ദേഹം സ്റ്റുഡിയോയിൽ പോവുകയും അത് കഴിഞ്ഞ് ഷൂട്ടിങ്ങിന് പോയി. ഞങ്ങൾ ഫസ്റ്റ് സ്ക്രിപ്റ്റ് എഴുതിയിട്ട് ഇത് വായിക്കാൻ ചെല്ലുന്നത് വേറൊരു സിനിമയുടെ ലൊക്കേഷനിലായിരുന്നു. അന്ന് രാത്രി 10:30 ഷൂട്ടിംഗ് കഴിഞ്ഞ് വന്ന് അത് കഴിഞ്ഞ് ജിമ്മിൽ പോയി 11:30 വന്ന് അപ്പോൾ അന്നത്തെ ഷൂട്ട് ചെയ്ത് എഡിറ്റ് കാണാൻ പോയി. അങ്ങനെ 12:30 ഞങ്ങൾ സ്ക്രിപ്റ്റ് വായന തുടങ്ങി. പുലർച്ചെ 3:30 വരെ വായിച്ച് പിറ്റേന്ന് രാവിലെ ഷൂട്ടിന് പോയ മനുഷ്യനാണ്. അപ്പോൾ ഈ അധ്വാനം ആണ് അദ്ദേഹത്തിന് ഈ ഇവിടെ എത്തിച്ചിരിക്കുന്നത്. ഇത് ഇപ്പോഴത്തെ തലമുറയിലുള്ള എല്ലാവർക്കും ഒരു വലിയൊരു പാഠമാണ്, അല്ലെങ്കിൽ ഒരു പാഠപുസ്തകമാണ് ദിലീപേട്ടൻ എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ ഈ കഠിനാധ്വാനം അതാണ് അദ്ദേഹത്തെ ഇവിടെ എത്തിച്ചത്. കൂടെ വർക്ക് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അദ്ദേഹത്തിന് കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ പോസിറ്റീവ് എനർജിയും അത് തന്നെയാണ്. എന്തായാലും ഞാൻ കൂടുതൽ പറയുന്നില്ല, കാരണം ഇത്രയും വിശേഷങ്ങൾ ഒത്തിരി പറയാനുണ്ട് ഈ സിനിമയെ ബന്ധപ്പെട്ടിട്ട്. എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യം ഇത്രയേ ഉള്ളൂ. പവി കെയർടേക്കർ എന്ന് പറയുന്ന ചിത്രം ഒരു സന്തോഷം തരുന്ന സിനിമയായിരിക്കും. നിങ്ങൾക്ക് തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ നിറഞ്ഞ മനസ്സോടുകൂടി ഇറങ്ങാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും. ഇത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാ നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും ഈ സിനിമയ്ക്കൊപ്പം ഉണ്ടാവണം. എല്ലാവർക്കും നമസ്കാരം. വലിയ സന്തോഷമുണ്ട് ഈ വേദിയിൽ ഇന്ന് 2 ചടങ്ങാണ് നടന്നത്. ഒരു വേദിയിൽ സിനിമാ കുടുംബത്തിൻ്റെ സന്തോഷകരമായ ഒരു മുഹൂർത്തം. അതിലൊന്ന് പവി കെയർടേക്കറിൻ്റെ ലോഞ്ചാണ്, ഓഡിയോ ലോഞ്ചാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്ന്, മലയാള സിനിമയിലെ തിയേറ്റർ അസോസിയേഷൻ്റെ പുതിയ ഒരു സംരംഭം, ഒരു നന്മയുടെ സംരംഭം തന്നെ പറയാം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ നമ്മുടെ പ്രസിഡൻ്റായ ഫിയോക്കിൻ്റെ പ്രസിഡൻ്റായ വിജയനോട് പ്രസംഗിക്കുകയുണ്ടായി, എന്നെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുകയുണ്ടായി. എന്തിനു വേണ്ടിയിട്ടാണ്? കാരണം ഫിയോക്ക് എന്ന് പറയുന്ന സംഘടനയ്ക്ക് ഷോ ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉള്ള പരിമിതികളൊക്കെ ഉണ്ട്. അപ്പം കണ്ടുപിടിച്ച വിജയേട്ടൻ്റെ ഒരാശയം തന്നെയായിരുന്നു ഇത്. ഇന്നൊന്നിലേ തുടങ്ങിയതല്ല, ശരിക്കും ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നത് വിജയേട്ടൻ സംസാരിക്കുന്നത് ലിയോ എന്ന സിനിമ വിതരണത്തിനടുത്ത് തുടങ്ങാം എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷെ അത് സാധിച്ചില്ല. പിന്നീടാണ് നമ്മളൊരു ചർച്ചകളും കാര്യങ്ങളും ഒക്കെ വന്ന സമയത്ത് ജനറൽ ബോഡിയിൽ വെച്ച് അങ്ങനെ തീരുമാനം പറയുകയൊക്കെ ചെയ്തു. ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് എൻ്റെ അടുത്ത് വിജയേട്ടൻ ചോദിച്ചത്, ദിലീപ് ജിയുടെ സിനിമകൾ എങ്ങാനും നമ്മൾക്ക് എങ്ങനെയാ? ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ സിനിമ 10-21 വർഷമായിട്ട് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മേഖലയിലുള്ള ആൾക്കാരാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ചെയ്യുന്ന സിനിമ ലിസ്റ്റിൻ്റെയാണ്. ലിസ്റ്റിൻ ഇന്ന് ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു നിർമ്മാതാവും വിതരണക്കാരനുമാണ്, തിയേറ്റർ ഉടമയാണ്. അപ്പോൾ ലിസ്റ്റിൻ്റെ പടം എന്തായാലും വരില്ല ഇതിലേക്ക്, കാരണം ലിസ്റ്റിന് സ്വന്തമായിട്ടുള്ള പ്രസ്ഥാനമുണ്ട്. പിന്നെ ചെയ്യുന്നത് ഗോകുലത്തിൻ്റെ പടങ്ങളാണ്. അപ്പോൾ അതൊന്നും അടുത്ത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ചിന്തയിലാണ് ഞാൻ പറഞ്ഞത്, വിജയേട്ടാ നമുക്ക് ഈ സിനിമ നമുക്ക് ചെയ്യാം എന്നുള്ള രീതിയിലാണ്. സത്യം പറഞ്ഞ തിയേറ്റേഴ്സ് അസോസിയേഷൻ്റെ വളരെ പിന്തുണയും അതൊരു നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. തിയേറ്റർ അസോസിയേഷൻ്റെ മെമ്പേഴ്സിന് തിയേറ്റർ അസോസിയേഷൻ ഇരിക്കാനൊരു, അതിലെ മെമ്പേഴ്സിനൊക്കെ ഇരിക്കാനുള്ളൊരു സ്ഥലം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, അതിലെ മെമ്പേഴ്സിനെ എത്രത്തോളം സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ടാണ് ഇങ്ങനൊരു, അല്ലാതെ മറ്റുള്ള പല ആളുകളും വേറെ രീതിയിലൊക്കെ വളച്ചൊടിക്കാനും പ്രശ്നങ്ങളൊക്കെ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയൊന്നും അല്ല, ഒരു നന്മ മാത്രം കണ്ടാണ് പുതിയ സംരംഭത്തിന് തുടക്കമിട്ടിരിക്കുന്നത്. ഇന്ന് ഇത്രയധികം മാധ്യമ സുഹൃത്തുക്കളെല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. വലിയ സന്തോഷം. കാരണം എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം.
കഴിഞ്ഞ 28-29 വർഷമായിട്ട് ഇൻഡസ്ട്രിയിൽ കൊച്ചു കൊച്ചു വേഷങ്ങൾ ചെയ്ത് ഇവിടം വരെ എത്തിയ ഒരാളാണ്. സത്യസന്ധമായി പറഞ്ഞാൽ പ്രേക്ഷകരുടെ കയ്യടി, അതുപോലെ തന്നെ എന്നെ വിശ്വസിച്ച്, ഞാൻ ഇത്രയും പ്രശ്നത്തിൽ നിൽക്കുമ്പോഴും എന്നെ വിശ്വസിച്ച് ഇവിടെ സിനിമ നിർമ്മിക്കുന്ന എൻ്റെ നിർമ്മാതാക്കൾ, അതുപോലെ തന്നെ എന്നെ പുതിയ പുതിയ കഥാപാത്രങ്ങൾ തന്ന് എൻ്റെ സംവിധായകരെ, എൻ്റെ എഴുത്തുകാരൻ, എൻ്റെ കോ ആർട്ടിസ്റ്റുകൾ, ഒരുപാട് പേരുടെ ഒരു പ്രാർത്ഥനയാണ് ഈ ഞാൻ. അതുപോലെ തന്നെ ഈ സിനിമ എനിക്ക് എത്രത്തോളം ആവശ്യമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഞാൻ നിങ്ങളെ, ഇത് എൻ്റെ 149ാമത്തെ സിനിമയാണ്. ഇത്രയും കാലം ഞാൻ ഒരുപാട് ചിരിപ്പിച്ചു. കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഞാൻ ദിവസം കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ചിരിപ്പിക്കാൻ ശ്രമിക്കുന്ന എനിക്ക് ഇവിടെ നിലനിൽക്കാൻ ഈ സിനിമ എനിക്ക് ആവശ്യമാണ്. കാരണം എല്ലാവരും പറയുന്നത് ദിലീപ് എന്റർടൈൻമെന്റ് ആണ്. ഞാൻ പല ശ്രമങ്ങളാണ് ആസ് എൻ ആക്ടർ, പല വേഷത്തിലും നമ്മൾ ശ്രമിക്കും. ഇന്ന് ഈ സിനിമ വിനീത് വന്ന് പറഞ്ഞ കഥ, രാജേഷ് രാജീവ് നന്നായിട്ട് എഴുതിയൊരു കഥ, ഈ സിനിമ പവി കെയർടേക്കർ തിയേറ്ററിലെത്തുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ വിശ്വസിച്ചുകൊണ്ട് മാത്രമാണ് വരുന്നത്. കാരണം ദിലീപിൻ്റെ സിനിമയിൽ നിന്ന് ഏറ്റവും വലിയ കമ്പനികളുടെ CEO ആണെങ്കിലും, താഴെ നിൽക്കുന്ന ആളുകളാണെങ്കിലും, ചായക്കടയിൽ ചായ അടിക്കുന്ന ആളാണെങ്കിലും പറയുന്നത്, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ആൾക്കാരും പറയുന്നത്, നിങ്ങളുടെ സിനിമകൾ കാണുന്നത് ഞാൻ കുറേ ചിരിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ്, ഞങ്ങളുടെ സ്ട്രെസ് ഒഴിവാക്കാനാണ്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ആ കാര്യം പറയാം. നിങ്ങളങ്ങനെ എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു കഥാപാത്രം തന്നെയാണ് വളരെ സാധാരണക്കാരനായ പവി കെയർടേക്കർ എന്ന ഈ സിനിമയിൽ ഞാൻ അവതരിപ്പിക്കുന്ന പവിത്രൻ. അതെനിക്ക് കൊണ്ടുവന്നു തന്ന എൻ്റെ പ്രിയ, ശരിക്കും പറഞ്ഞാൽ ഞാൻ വിനീത് നേരത്തെ പറഞ്ഞു, ഞാൻ വിനീതും തമ്മിലുള്ള കാര്യങ്ങൾ, ഞാൻ എൻ്റെ സഹോദരനോടുള്ള പോലെ തന്നെ വിനോദം കെട്ട് കയറാറുണ്ട്, ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. പക്ഷെ എപ്പോഴും വളരെ ചിരിച്ചു നിൽക്കുന്ന മുഖമായിട്ട് തന്നെയാണ് വിനീതിനോട് പെരുമാറിയിട്ടുള്ളത്. രാജേഷിൻ്റെ ഒക്കെ മെക്കെട്ട്, കാരണം ചിലപ്പോൾ നമുക്ക് ചില സംശയങ്ങൾ വരുമ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ മലയാള സിനിമയിലേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് എന്താ പറയുക, എൻ്റെ കൂടെ വർഷങ്ങൾക്ക് മുമ്പ് ഒരുപാട് നായികന്മാർ എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. അവരുടെ ആദ്യ നായകനാണ് ഞാൻ. അതുപോലെ തന്നെ മലയാള സിനിമയിലേക്ക് 5 നായകന്മാർ കൂടി പുതിയതായിട്ട് വരികയാണ്. ഇവർ 5 പേര് കഴിവുള്ളവരാണ്. അത് നിങ്ങൾക്ക് ഈ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അതുപോലെ തന്നെ ഇതിൻ്റെ എഡിറ്റർ ദീപു, മ്യൂസിക് ഡയറക്ടർ മിഥുൻ ഇതിനു മുമ്പ് ചെയ്ത റോഷാക്ക്, മലയാളത്തിൽ ചെയ്ത സിനിമ റോഷാക്കാണ്, നമ്മളെല്ലാവരും കണ്ടാണ് ആ സിനിമ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഴിവറിയാം. അദ്ദേഹം ചെയ്ത പാട്ടുകൾ നിങ്ങൾ കണ്ടു. പിന്നെ ഇതിൻ്റെ ക്യാമറമാൻ, രോമാഞ്ചത്തിൻ്റെ ക്യാമറമാണ് സനു താഹിർ. സനുവിൻ്റെ നല്ല വർക്കാണ്. സനു ഇവിടെ വന്നിട്ടില്ല. പിന്നെ ഇവിടെ ഇരിക്കുന്ന ജോണിനെ നിങ്ങൾക്ക് അറിയാം. എന്നെ ജോണിനെ കാണുമ്പോൾ എല്ലാവരും ചോദിക്കുന്നത് CID മൂസ സെക്കൻഡില്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ജോണി ഇന്ന് മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ, കഴിഞ്ഞ ദിവസം ജോണി പറഞ്ഞത് 140-150 സിനിമയൊക്കെ ആയിരുന്നു. ഈ കോവിഡിൻ്റെ ഇടയിൽ ഇത്രയധികം സിനിമ അഭിനയിച്ച ഒരു നടനെ ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല. അപ്പോൾ അതുപോലെ ധർമ്മജൻ. പിന്നെ ഇതിൽ വരാത്തൊരു വലിയൊരു നായികയുണ്ട്, രാധിക ശരത്കുമാർ. മാഡത്തിൻ്റെ രാധി ചേച്ചിയുടെ അവിടെ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന, നാളെ ഇലക്ഷനാണ്. ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, എല്ലാവരോടും അന്വേഷണം പറയാൻ പറഞ്ഞു, എല്ലാ പ്രാർത്ഥനകളും ഉണ്ടെന്ന് പറഞ്ഞു. രാധി ചേച്ചി ഒരുമിച്ച് അഭിനയിക്കുന്ന 2ാമത്തെ ചിത്രമാണ്. രാമലീലേൻ്റെ അമ്മയായിട്ടാണ് അഭിനയിച്ചത്. ഇതിൽ റിട്ടയേർഡ് SI മറിയാമ്മ എന്ന് പറഞ്ഞ ശക്തമായിട്ടുള്ള കഥാപാത്രമാണ്. അതുപോലെ ഈ സിനിമയിൽ ഒരുപാട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരുപാട് മറ്റു കഥാപാത്രങ്ങൾ എല്ലാവരും ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവരും ഇഷ്ടമാകുന്ന ഒരു സിനിമ തന്നെയായിരിക്കും. ഈ വേദിയിൽ
എന്താ പറയുക, ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരോടും അത്രയധികം നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഈ സിനിമ 26 നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണുക. ഇത് ശരിക്കും എൻ്റെയും ആവശ്യമാണ്. ഫിയോക്ക് എന്ന് പറഞ്ഞ സംഘടന ആദ്യമായിട്ട് സംരംഭത്തിലേക്ക് ഇറങ്ങുമ്പോൾ പൂർണ്ണമായിട്ടുള്ള പിന്തുണയും ഞങ്ങൾക്ക് എല്ലാവർക്കും ആവശ്യമാണ്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷം, ഫിയോക്ക് എന്ന് പറഞ്ഞ സംഘടന ഞാൻ ചെയർമാനും ആന്റണി പെരുമ്പാവൂർ വൈസ് ചെയർമാനായിട്ട് തുടങ്ങിയ അത്രയും വലിയ കൂട്ടായ്മ തുടങ്ങിയ പ്രസ്ഥാനത്തെ ഗംഭീരമായിട്ടുള്ള ഒരു മുന്നേറ്റം, അതിന് ചുക്കാൻ പിടിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രസിഡന്റിനെ ഈ വേദിയിൽ ഞങ്ങളുടെ വിജയേട്ടനെ അനുമോദിക്കുകയാണ്. കാരണം അദ്ദേഹം എടുത്തപ്പോൾ പറഞ്ഞു, ജയകേട്ടൻ പറഞ്ഞു 7 വയസ്സേ ആയിട്ടുള്ളൂ. ഈ 7 വയസ്സിനുള്ളിൽ അങ്ങനെയുള്ള ചിന്തകൾ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നം, അതിന് തുടക്കമിട്ട ഈ ഇന്നത്തെ ഭരണസമിതിയെയും ഞാൻ അനുമോദിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരുടെയും കൂട്ടായിട്ടുള്ള പ്രാർത്ഥന, സ്നേഹം, പിന്തുണ എല്ലാം ഞങ്ങളോടൊപ്പം ഉണ്ടാവണം. അതുപോലെ തന്നെ ലാസ്റ്റ് മിനിറ്റിലേക്കാണ് പലരെയും വിളിച്ചിട്ടുള്ളത്. ആ ലാസ്റ്റ് മിനിറ്റ് പോലും ഒരു പ്രയാസവും കാണിക്കാതെ ഓടി വന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാവരോടും ഈ വേദിയിൽ നന്ദി പറയുന്നു. വളരെ അധികം സന്തോഷം. സർവശക്തനായ ദൈവത്തോട് നന്ദി പറയുന്നു. താങ്ക് യു. താങ്ക്സ് എ ലോട്ട്. എല്ലാ പ്രാർത്ഥനയോടുകൂടി പ്രേക്ഷകർ അതുപോലെ പറയാൻ വിട്ടുപോയി, ഇതിന് എൻ്റെ കൂടെ നിന്നിട്ടുള്ള റോഷൻ ചിറ്റു, അതുപോലെ എൻ്റെ സഹോദരന്മാര് അനൂപ്, സുരാജ്, പിന്നെ എൻ്റെ ബാല്യകാല സുഹൃത്തായ KP വ്യാസിനെ വരും. വ്യാസ് ഭായ് കയ്യിൽ വെച്ചിട്ട് പ്ലീസ്. ഞങ്ങൾ രണ്ടുപേരും നിക്രിട്ട് നടക്കുന്ന കാലം മുതലുള്ള സുഹൃത്തുക്കളാണ്. ഞങ്ങൾക്ക് രണ്ടുപേരുടെ മനസ്സിൽ സിനിമയാണ് ഞങ്ങൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഈ വർഷങ്ങൾക്ക് ശേഷം ആണ് ഞാൻ സിനിമയിൽ വരുന്നതിന് മുമ്പ് സിനിമയിൽ വന്ന റെപ്രസെന്റേറ്റീവായിട്ട് തുടങ്ങി എഴുത്തുകാരനായ ഇന്ദ്രിയ എന്ന് പറഞ്ഞ സിനിമ സൂപ്പർ ഹിറ്റ് സിനിമ എഴുതിയത് വ്യാസനാണ്. അതിനുശേഷം വ്യാസൻ സംവിധായകനായി ഇപ്പോഴും ആ പഴയ സുഹൃത്തായിട്ട് എന്നോടൊപ്പം നിൽക്കുന്ന വ്യാസനെ ഞാൻ ഈ സമയത്ത് അനുമോദിക്കുകയാണ്. താങ്ക് യു. താങ്ക്സ് എ ലോട്ട്. എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു. താങ്ക് യു സോ മച്ച് ദിവ്യേട്ട. ഇവിടെ ഒത്തുചേർന്നിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഒരുപാട് പ്രാർത്ഥനകളും ആശംസകളും നമ്മൾ അറിയിക്കുകയാണ്. വിനീതേട്ടൻ സ്ക്രിപ്റ്റ് റൈറ്റർ ഓഫ് ദ മൂവി ആൻഡ് പല ഡയറക്ടേഴ്സും പലപ്പോഴായി പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് സ്ക്രിപ്റ്റ് ഇസ് ദ റിയൽ ഹീറോ എന്നുള്ളത്. സോ മനോഹരമായ ഈ തിരക്കഥ ഒരുക്കിയ വ്യക്തികളുടെ വാക്കിലേക്ക്. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ട് ഇത്രയും ഗംഭീരമായ ഒരു സദസ്സിന് മുന്നിൽ നിൽക്കാൻ എനിക്ക് ശക്തി തന്ന, അല്ലെങ്കിൽ എന്നെ പ്രാപ്തനാക്കിയ അക്ഷരങ്ങളുടെ അമ്മയ്ക്ക്, വാഗ്ദേവതയ്ക്ക്, കൊല്ലൂരിലെ എൻ്റെ അമ്മയ്ക്ക് ശതകോടി പ്രണാമം. ഇത് വിനീത് പറഞ്ഞ പോലെ ഈ 5 വർഷത്തെ യാത്ര എന്ന് പറയുമ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ വളരെ ചെറിയ ഒരു എന്താ പറയുക, അതിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പോൾ ഞാൻ വിനീതിനോട് ഈ കഥ പറയുന്നതിന് മുമ്പ് എങ്ങനെയാണ് പവിത്രൻ എനിക്ക് ഇത്ര പ്രിയപ്പെട്ടവനായെന്ന് ഞാൻ പറയാം. ഇപ്പോൾ അരവിന്ദൻ്റെ അതിഥികൾ, അരവിന്ദനും എനിക്ക് എൻ്റെ യാത്രയിൽ ഒരിടത്തുനിന്ന് എൻ്റെ മനസ്സിൽ കൂടിയ ഒരു മനുഷ്യനാണ് അരവിന്ദൻ. അരവിന്ദൻ്റെ എല്ലാ ദുഃഖങ്ങളും എല്ലാ ഇമോഷൻസും എനിക്ക് കിട്ടിയത് അത്തരം ഒരു യാത്രയിലാണ്. അതുപോലെ പവിത്രനെ നമ്മുടെ ഒരു രാത്രിയിൽ ചില പരാജയങ്ങൾ നമ്മളെ രാത്രിയിൽ ഉറങ്ങാൻ സമ്മതിക്കാറില്ല. അങ്ങനെ ഉറക്കം വരാത്തൊരു രാത്രിയിൽ ബൈക്കെടുത്ത് ഞാൻ ലുലുവിൻ്റെ അവിടെ, ഇപ്പോൾ ആ തട്ടുകട അവിടെ നിന്ന് മാറ്റി ഖൈബർ എന്ന് പറഞ്ഞൊരു തട്ടുകടയുണ്ട്. ഖൈബർ, അത് ചിലർക്കൊക്കെ അറിയാം, മസ്ജിദിൻ്റെ നേരെ ഓപ്പോസിറ്റ്. അവിടെ രാത്രി ഒരു 10:30 മണിക്ക് ഒരു കട്ടൻ ചായ കുടിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് എൻ്റെ തൊട്ടടുത്ത് ഒരു മനുഷ്യൻ, ആ 11 മണിക്കും അയാൾ കുളിച്ച് നല്ല വൃത്തിയായിട്ട് മുടി ചെയ്യി നല്ല സുന്ദരനായിട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അയാളുടെ കയ്യിൽ ഒരു കട്ടൻ ചായ ഉണ്ട്. ഈ കട്ടൻ ചായയുടെ കൂടെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ക്രൈസ് ബിസ്ക്കറ്റ്, ചെറിയ ക്രീമിൻ്റെ ക്രൈസ് ബിസ്ക്കറ്റ്. ഈ ബിസ്ക്കറ്റ് കയ്യിൽ വെച്ചിട്ട് കട്ടൻ ചായ കുടിച്ചിരിക്കുന്ന മനുഷ്യൻ അയാൾക്ക് ഒരു കോൾ വന്നു. ആ കോൾ എടുത്തിട്ട് അയാൾ പറയുന്നത് ഇതാണ്: അമ്മേ, ഞാൻ ചോറുണ്ടോണ്ടിരിക്കുകയാണ്, ഞാൻ ചോറുണ്ട് കഴിഞ്ഞിട്ട് അമ്മയെ തിരിച്ചു വിളിക്കാം. ഞാൻ തൊട്ടടുത്ത് നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ മനുഷ്യൻ കട്ടൻ ചായയും ക്രൈസ് ബിസ്ക്കറ്റും കഴിക്കുന്നത്. അപ്പോൾ വീണ്ടും ആ സമയത്ത് അയാൾ എന്നെ നോക്കി. അപ്പോൾ അമ്മ വീണ്ടും ആ സംസാരം തുടരാൻ ശ്രമിക്കുമ്പോൾ അയാൾ വീണ്ടും പറയുന്നു: അമ്മേ, ഞാൻ വിളിക്കാം, ഞാൻ ഊണ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ഊണ് കഴിച്ചിട്ട് വിളിക്കാമെന്ന് പറയും.
അത് കഴിഞ്ഞിട്ട് ആ ഫോൺ കട്ട് ചെയ്തിട്ട് ആ മനുഷ്യൻ എൻ്റെ മുഖത്ത് നോക്കി ഒരു ചിരി ചിരിച്ചു. ആ ചിരി ഇത്രയും പ്രതീക്ഷയുള്ള, ഇത്രയും സന്തോഷമുള്ള, സ്നേഹമുള്ള, നിറമുള്ള ഒരു ചിരി പിന്നീട് ഞാൻ എൻ്റെ ഈ അടുത്ത കാലത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. കാരണം അത്രയും ആ സമയത്ത് ആ രാത്രിയിൽ അയാൾ ഊണ് കഴിച്ച് സുഖമായി ഇരിക്കുകയാണെന്ന് അമ്മയെ ബോധിപ്പിക്കാൻ ആ മനുഷ്യൻ പാടുപെടുന്നത് അയാളുടെ ആ ഒരൊറ്റ ഫോൺ കോളിൽ നിന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ അയാളെ പരിചയപ്പെട്ടു. ഞാൻ ചോദിച്ചു, അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറയാം, ഞാൻ ചോറൊക്കെ ഉള്ളു, സുഖമായിട്ടിരിക്കാൻ നമ്മൾ വിചാരിച്ചോട്ടെ, വെറുതെ എന്തിനാ അമ്മയെ കൂടെ വിഷമിപ്പിക്കുന്നത്. അപ്പോൾ അയാൾ ഏകദേശം 12 വർഷം അയാൾ ഗൾഫിലായിരുന്നു. ഇപ്പോൾ അയാൾ ഇവിടെ ഒരു സെക്യൂരിറ്റി ആയിട്ട് ജോലി ചെയ്യുകയാണ്. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, മോനെ ഇവിടെ അടുത്ത് എവിടെയെങ്കിലും താമസിക്കാൻ നല്ലൊരു സ്ഥലം കിട്ടുമോ, കിടക്കാനാണ് പ്രയാസം, ബാക്കി എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാമോ. ഞാൻ അവിടുന്ന് പോന്നു. പക്ഷേ ആ മനുഷ്യൻ്റെ അയാളുടെ ആ ഒരു ചിരിയും അയാളുടെ ആ നിസ്സഹായതയും എന്നെ വിട്ടുപോയില്ല. അന്ന് ആ രാത്രി ഞാൻ ഉണർന്നെഴുന്നേക്കുന്നത് പവിത്രൻ്റെ കഥയുമായിട്ടാണ്. ആ ഒരു എനർജി പിന്നീട് ഈ 5 വർഷം യാത്രയിൽ ഒരിക്കൽ പോലും എന്നെ മുഷിപ്പിക്കാത്ത ഒരു കഥാപാത്രമായിട്ട് അതെന്നെ തുടരെ ഓടേണ്ടതുണ്ട്. സത്യസന്ധമായി പറഞ്ഞാൽ പവിത്രൻ്റെ ഷൂട്ട് കഴിഞ്ഞ്, ചിത്രീകരണം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമാണ് എൻ്റെ മനസ്സിലുള്ള പല കഥകളിലേക്കും എനിക്ക് കടക്കാൻ കഴിഞ്ഞത്. അത്രയും എനർജി എനിക്ക് തന്ന കഥാപാത്രമാണ് പവിത്രൻ ഒരു നമ്മുടെ ഇടയിലുള്ള സാധാരണ മനുഷ്യനാണ്. പവിത്രൻ സ്നേഹമുള്ളവനാണ്. അങ്ങനെ അപ്പോൾ അത് കൃത്യമായിട്ട് അത് കാലതാമസം വന്നെങ്കിൽ പോലും അത് ദിലീപേട്ടൻ എന്ന് പറഞ്ഞ ചെറുപ്പം പോലെ നമ്മളെല്ലാം കണ്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു നടൻ, അതിൻ്റെ എല്ലാ കൈയടക്കത്തോടെയും അതിൻ്റെ എല്ലാ ഇതോടുകൂടിയും ചെയ്ത് കാണുമ്പോൾ എനിക്ക് എൻ്റെ കാത്തിരിപ്പിനെ പറ്റി യാതൊരു വേവലാതിയില്ല. ഞാൻ അതുകൊണ്ട് തന്നെയാണ് വിനീത് ഇപ്പോൾ പറഞ്ഞ പോലെ എത്ര തവണ മാറ്റി എഴുതാൻ പറഞ്ഞാലും എത്ര തവണ ഇംപ്രവൈസ് ചെയ്യാൻ പറഞ്ഞാലും ഒരിക്കൽ പോലും ഞാൻ അതിലൊരു മുഷിവ് കാണിക്കാഞ്ഞത്. പവിത്രൻ എനിക്ക് അത്ര പ്രിയപ്പെട്ടവനാണ്. പവിത്രൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. താങ്ക് യു സോ മച്ച്. പ്രേക്ഷകർക്കും പ്രിയപ്പെട്ടവരാവട്ടെ. ഓൾ ദി ബെസ്റ്റ് രാജേഷേട്ടാ. മൂവിംഗ് ഓൺ, ഇതിലോ ഓഡിയോ ലോഞ്ച് ചടങ്ങാണല്ലോ. സംഗീത സംവിധായകനെ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. ശ്രീ മിഥുൻ മുകുന്ദൻ. മനോഹരങ്ങളായ ഗാനങ്ങളാണ് അദ്ദേഹം ഒരുക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ സംഗീതം നമ്മൾ കേൾക്കുന്നുണ്ട്, അദ്ദേഹത്തിന്റെ സംസാരം. നമസ്കാരം. സംസാരിക്കാൻ എത്രമാത്രം കഴിവില്ലെന്ന് അറിയില്ല. ഈ ഫംഗ്ഷൻ തുടങ്ങി ഞാൻ അവിടെ ഇരുന്നപ്പോഴേ എനിക്ക് പെട്ടെന്നൊരു ഒരു നിമിഷം കുറച്ചൊന്ന് പുറകിലോട്ട് പോയി. കാരണം തിരിതെളിയിച്ചപ്പോൾ ദിലീപേട്ടനും ലാൽ സാറും നിൽക്കുന്നുണ്ടായിരുന്നു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഒരു ഒരു എംബാരസിങ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരു 10ാം ക്ലാസ്സിലോ 11ാം ക്ലാസ്സിലോ പഠിക്കുമ്പോൾ ഞാനൊരു സിനിമയിൽ വെച്ച് ചുറ്റുമുള്ള ഓഡിയൻസ് എന്നോട് ചിരിയുടെ വോളിയം കുറച്ച് കുറയ്ക്കണം എന്ന് പറഞ്ഞിരുന്നു. ആ സിനിമ കല്യാണരാമനായിരുന്നു. അപ്പോൾ ആ തിരി തെളിയിക്കുന്ന കണ്ടപ്പോൾ പെട്ടെന്ന് 1 മിനിറ്റ് ആ ഒരു ഫ്ലാഷ് ബാക്ക് പോയി. അപ്പോൾ സിനിമയിൽ എൻ്റെ കരിയർ തുടങ്ങിയിട്ട് ഇപ്പം കുറച്ച് വർഷമായി, മലയാളത്തിലിപ്പം 2-3 വർഷമായി. പക്ഷെ എന്നാലും ദിലീപേട്ടൻ്റെ കൂടെ ഒരു പടം, അതും ദിലീപേട്ടൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പടം ചെയ്യാൻ പറ്റി എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാണ് എന്നൊന്ന് എൻ്റെ മനസ്സിലേക്ക് എസ്റ്റാബ്ലിഷ് ആവുന്നത്. അതുകൊണ്ട് വളരെയധികം നന്ദിയുണ്ട് ദിലീപേട്ടൻ. താങ്ക് യു സോ മച്ച്. പിന്നെ വിനീതേട്ടൻ, ഇപ്പം രാജേഷേട്ടൻ പറഞ്ഞ പോലെ തന്നെ എത്ര കറക്ഷൻ ഉണ്ടായിട്ടും അദ്ദേഹത്തിന് മുഷിവും വന്നില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ്. കാരണം വിനീതേട്ടൻ എന്നെ മ്യൂസിക്കലി വളരെയധികം എൻ്റെ ബെസ്റ്റ് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ എന്നെ പുഷ് ചെയ്തൊരു ഡയറക്ടറാണ്. പക്ഷെ അതുപോലെ തന്നെ അതെനിക്ക് വളരെയധികം ഒരു ക്രിയേറ്റീവ് സാറ്റിസ്ഫാക്ഷൻ തന്നൊരു ഡയറക്ടറാണ്. അപ്പം അതിന് വിനീതേട്ടനോടും വളരെയധികം നന്ദി പറയുന്നു. പിന്നെ ഈ സിനിമയിൽ വർക്ക് ചെയ്ത എല്ലാവരും, കാരണം എപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യമാണ്, ബാക്ക്ഗ്രൗണ്ട് സ്കോറിംഗ് ആണെങ്കിലും സോങ്സ് ആണെങ്കിലും, ബാക്ക്ഗ്രൗണ്ട് സ്കോറിംഗ് ഒക്കെ എപ്പോഴും ഒരു സിനിമയുടെ അവസാനത്തോട്ട് വരുന്ന പ്രോസസ്സാണ്. അപ്പം അതിന് മുന്നേ ഉള്ള എല്ലാവരും അവരുടെ വർക്ക്, ഇപ്പം ഇതിൽ അഭിനയിച്ചിരിക്കുന്നവരും രാജേഷ് ഏട്ടനും എല്ലാവരും അവരുടെ വർക്ക് നന്നായി ചെയ്യുമ്പോഴാണ് എനിക്കും നല്ലൊരു പ്രൊഡക്റ്റ് കിട്ടുന്നത്, അതിൽ നന്നായിട്ട് മ്യൂസിക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ മ്യൂസിക്കിനെ കുറിച്ച് ഞാൻ അധികമൊന്നും പറയുന്നില്ല. എല്ലാവരും കേട്ട് ഇഷ്ടമാവും എന്ന് പ്രതീക്ഷിക്കുന്നു. സിനിമയും ഇഷ്ടമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ഇത്രയും കാലം എന്നോട് ഇന്നിപ്പം നമ്മുടെ ആക്ട്രസസിലെ റോസ്മിൻ എന്ന് ചോദിച്ചു, ചേട്ടൻ പടം കണ്ടു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാനൊരു 500 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. കാരണം അത്രയും നമ്മുടെ ഇത് സ്കോർ ചെയ്യുന്നിടത്ത് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും എനിക്കൊരു ഇപ്പോഴും ബോർ അടിച്ചിട്ടില്ല. ഇപ്പോഴും ഞാൻ ആ പവിയുടെ ജേർണിയിൽ വളരെയധികം ഇൻവോൾവ് ആണ്. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഈ പടം 26-ാം തീയതി റിലീസാണ്. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. താങ്ക് യു. പറഞ്ഞാൽ ബുദ്ധിമുട്ടാവില്ലെങ്കിൽ പടം
അപ്പോൾ ഈ സിനിമയിൽ ആദ്യം റിലീസ് ചെയ്തത് പിറകിലാരോ വിളിച്ചു എന്ന് പറഞ്ഞ പാട്ടാണ്. ഷിബു ചക്രവർത്തി സാർ എഴുതിയ. കപിൽ കപിലറാണ് ഒറിജിനൽ പാടിയിരിക്കുന്നത്. എന്നാലും അദ്ദേഹത്തിന്റെ അത്ര പറ്റില്ലെങ്കിലും ഞാൻ രണ്ടുപേരി പാടാം. പിറകിലാരോ വിളിച്ചു മധുര നാരകം പൂത്തോ അകലി മുകിലിന് പിറകിൽ പനിമതി വെറുതെ എന്തിനൊളിച്ചു മുറിയിൽ കഥകിന് വെളിയിലൊരു കിളി പതിയൊന്നു ചിലച്ചു. ഇത്രയും ആൾക്കാരും ഒരു പാടാൻ ശബ്ദം. സോ വെരി മച്ച്. അപ്പോ നേരത്തെ കേട്ട പാട്ടിന്റെ ബാക്കി നമുക്ക് തിയേറ്ററിൽ കാണാമെന്ന് പറഞ്ഞു. ഇപ്പൊ കേട്ട എല്ലാവർക്കും നമസ്കാരം. പവി കെയർടേക്കർ ദിലീപ് എന്ന നടനിൽ നിന്ന് സാധാരണക്കാരായ നമ്മൾ പ്രതീക്ഷിക്കുന്ന, എല്ലാവരും ഇഷ്ടപ്പെടുന്ന ദിലീപിൻ്റെ ഒരുപാട് നല്ല മാനസങ്ങളുള്ള ഒരു കഥാപാത്രമാണ് പവി. ഞാൻ കൂടെ നിന്ന് കുറച്ച് ദിവസം നോക്കിക്കണ്ട കഥാപാത്രമാണ് പവി. വളരെ നന്നായിട്ട് വിനീത് അത് പകർത്തിയിട്ടുണ്ട്, നന്നായിട്ട് രാജേഷ് എഴുതിയിട്ടുണ്ട്. നല്ലൊരു വൃത്തിയുള്ള, വളരെ നമ്മുടെ ഫീൽ ഗുഡ്, അതിൻ്റെ മാക്സിമത്തിലേക്ക് ആളുകളെ എത്തിക്കുന്ന സിനിമയാണ്. ദിലീപ് എന്നും സാധാരണക്കാരുടെ പ്രതിനിധിയായിട്ട് അഭിനയിച്ചിട്ടുള്ള സിനിമകളൊന്നും പ്രേക്ഷകരെ നിരാശപ്പെടുത്തിയിട്ടില്ല. ഓട്ടോക്കാരനായാലും പാചകക്കാരനായാലും ദിലീപ് എന്നും ആളുകളെ ചിരിപ്പിച്ചിട്ടുണ്ട്, സന്തോഷിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ തിയേറ്റർ സുഹൃത്തുക്കൾ ഒരുപാട് പേരുണ്ട്. തിയേറ്റർ നിറയ്ക്കുന്ന സിനിമ തന്നെയായിരിക്കും പവി കെയർടേക്കർ. എനിക്ക് വളരെ ഇഷ്ടം തോന്നിയിട്ടുള്ളൊരു സിനിമയാണ്. അപ്പോൾ ഈ സിനിമയിൽ ഭാഗമാകാൻ കഴിഞ്ഞത് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ഈ സിനിമ സൂപ്പർ ഹിറ്റാവും ഞാൻ കുറച്ച് വിശ്വസിക്കുന്നു. അപ്പം നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. മലയാള സിനിമയിലെ മഹാരഥന്മാരെല്ലാവരും ഇരിക്കുന്ന വേദിയാണ്. എല്ലാവർക്കും ഒറ്റവാക്കിൽ നമസ്കാരം. പണ്ട് മിമിക്രിയിൽ നടക്കുമ്പോൾ, ദിലീപേട്ടൻ്റെ സിനിമയിൽ നടക്കുമ്പോൾ ദിലീപേട്ടൻ്റെയൊക്കെ സിനിമയിൽ ഒരു ചെറിയ വേഷമെങ്കിലും കിട്ടുമോ, എന്തെങ്കിലും കിട്ടുമോ എന്ന് ആലോചിച്ച് കൊടുക്കുന്ന സമയത്താണ് ദിലീപേട്ടൻ എന്നെ ഫുൾ ത്രൂ ഔട്ട് അഭിനയിക്കാനായിട്ടൊരു സിനിമയിലേക്ക് വിളിക്കുന്നത്. അത് ദിലീപേട്ടനെക്കാട്ടി കൂടുതൽ സീനുള്ള ഒരു സിനിമയായിരുന്നു പാപ്പിയ പച്ച എന്ന സിനിമയിലേക്ക് എന്നെ വിളിക്കുന്നത്. അത് വലിയ ഭാഗ്യമായിരുന്നു. പിന്നീട് ഞാൻ ചാൻസ് ചോദിക്കാൻ നിന്നിട്ടില്ല. കാരണം പിന്നെ ചാൻസ് ചോദിക്കേണ്ട കാര്യമില്ല. അത്രയ്ക്കും വലിയ വേഷം വന്ന ഒരാളല്ലേ. പുള്ളിയോട് പിന്നെ ഇനി വേണ്ടാത്ത രീതിയിൽ സിനിമ വേണ്ട. എന്നാലും വീണ്ടും വീണ്ടും സിനിമകൾ എനിക്ക് തന്നു. കുറേ നാൾ സിനിമകൾ വിളിച്ചില്ല. പിന്നെ വിളിക്കുന്നത് പവിയിലേക്കാണ്. പവിയിലേക്ക് ചെറുതാണെങ്കിലും ഒരു വലിയ വേഷം തന്ന് വീണ്ടും വിളിച്ചു. അത് വലിയ സന്തോഷമായി. വിനീത് കുമാർ, എനിക്ക് തോന്നുന്നത് ദിലീപേട്ടനെക്കാട്ടും മുമ്പ് സിനിമയിൽ വന്നാണ് വിനീത് കുമാർ എന്ന് തോന്നുന്നു. രാജേഷ് രാഘവൻ വളരെ ജീവിതഗന്ധിയായിട്ടുള്ള സിനിമകത്ത് രചന നിർവഹിച്ച ഒരാളാണ്. എന്നെ സിനിമയിലേക്ക് വിളിക്കുമ്പോൾ ദിലീപേട്ടനോട് പലരും പറഞ്ഞു, ഈ ചെറുക്കനെ സിനിമയിൽ വെക്കേണ്ട വല്ല കാര്യമുണ്ടോ, അനുശ്രേഷവനെ സലിംകുമാറിനെ ആരെങ്കിലുമൊക്കെ വെച്ചാൽ പോരെന്ന് ചോദിച്ചു. പക്ഷേ അന്ന് ദിലീപേട്ടനും ദിലീപേട്ടൻ്റെ അനിയനും നമ്മുടെ വ്യാസൻ ഇടവനക്കാടും റോഷൻ ചിറ്റൂരും ഒക്കെയാണ് ദിലീപേട്ടനോട് കൂടുതൽ പറഞ്ഞതും. ദിലീപേട്ടനും എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് അങ്ങനെയാണ് ഞാൻ സിനിമയിൽ നിൽക്കുന്നത്. അത്രയും ഇതിൽ അഭിപ്രായങ്ങളുണ്ടായിരുന്നു. ഞാൻ സിനിമയിൽ ദിലീപേട്ടൻ്റെ കൂടെ വരുമ്പോൾ ദിലീപേട്ടൻ്റെ അന്ന് കൂട്ടുകെട്ട് വേറെ ആയിരുന്നു. ഞാനന്ന് വന്നപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ദിലീപേട്ടൻ എന്നെ കൈവിട്ടില്ല. അതുകൊണ്ട് ദിലീപേട്ടനെ ഞാനൊരിക്കലും കൈവിടില്ല. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും എൻ്റെ മരണം വരെ കൈവിടില്ലാത്ത ഒരാളാണ്. അദ്ദേഹം നിർമ്മിക്കുന്നൊരു സിനിമ, അദ്ദേഹം അഭിനയിക്കുന്നൊരു സിനിമ, അദ്ദേഹത്തിൻ്റെ അനിയൻ ഉൾപ്പെടുന്നൊരു സിനിമ, വിനീത് കുമാർ സംവിധാനം ചെയ്ത സിനിമ, രാജേഷ് രാഘവൻ എഴുതുന്നൊരു സിനിമ, എല്ലാവരും ഞങ്ങളുടെ ഒരു ടീമാണ്
എതിരുള്ളത്. അപ്പോൾ അതുകൊണ്ട് വ്യാസചേട്ടനുണ്ട്, റോഷനേട്ടനുണ്ട്. ഈ സിനിമ ഒരിക്കലും പിന്നോട്ട് പോകില്ല എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. ഞാൻ വളരെ കുറച്ച് സീനുകളിലാണ് അഭിനയിച്ചേക്കുന്നതെങ്കിലും അഭിനയിച്ചപ്പോൾ മനസ്സിലായി വലിയ കുഴപ്പമില്ലാത്തൊരു സിനിമയായിട്ട് ഇത് വരും. ഇത് വലിയ വിജയമായിട്ട് മാറാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സിനിമയ്ക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും നേരുന്നു. വേറൊന്നും പറയാനില്ല. തിരുവേട്ട നന്ദി. താങ്ക് യു സോ മച്ച്. അങ്ങനെ കുറച്ച് നേരമായി നമ്മുടെ ഇവിടെ കൂടി കാര്യപരിപാടികളൊക്കെ